എനിക്ക് കൃത്യം 18ാമത്തെ ദിവസം തന്നെ ജോലി കിട്ടാൻ ഇടയായി. നമസ്കാരം, എൻ്റെ പേര് ഷിജോ എന്നാണ്. വീട് മാവേലിക്കരയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദുബായിൽ ഒരു ജോലി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരുപാട് മാധ്യമങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചീറ്റിംഗ് കേസസ് ഇപ്പോൾ ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് സംഭവിക്കാറുണ്ട്. നമുക്കിപ്പം ദുബായിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കടമകൾ കിടക്കാനുണ്ട്. മീൻസ് നമുക്ക് വിസ എടുക്കണം, പിന്നെ അവിടെ ചെന്നുള്ള അക്കോമഡേഷൻ, ഫുഡിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈസി ട്രാവൽസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് നമ്മളെ ചീറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണോ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ ചട്ടിനി അവർ നമുക്ക് ഇനിയും ഇല്ല എന്ന് പറയുന്ന ഒരു പരിപാടിയാണോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞാൻ അവരെ ഡയറക്റ്റ് വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളുടെ ഗുരുവായൂരുള്ള ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവരെല്ലാ കാര്യങ്ങളും നമ്മളെ കൺവിൻസ് ചെയ്തു. അപ്പം സുജിത് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തു മാക്സിമം. പിന്നെ പേയ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് നമുക്ക് 1 by 1 ആയിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് വിസ വരുമ്പോൾ ബാക്കിയുള്ള ടിക്കറ്റ് അങ്ങനെ പടിപടിയായിട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചു, നിങ്ങളുടെ വിസ എല്ലാം റെഡിയായി, നിങ്ങളുടെ ടിക്കറ്റും എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അപ്പോഴും ഡൗട്ടുണ്ടായിരുന്നു, ഇനി ഇവിടുത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ അക്കോമഡേഷനാണോ ഫുഡാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ചെറുതായിട്ട് ഞാനൊന്ന് ഡൗട്ട് അടിച്ചു. പക്ഷേ ഇവരുടെ വില്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ചിന്താഗതിയൊക്കെ മാറി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ വന്നു അതേപോലെയാണ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ കയറുന്നത്. കാരണം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ കയറും. എല്ലാവരും നല്ല രീതിയിൽ ഫ്രണ്ട്ലിയാണ്, പിന്നെ ആരും നമ്മളെ വെറുപ്പിക്കുന്നില്ല. പിന്നെ റൂമാണേലും പിന്നെ ഫുഡാണേലും ഇതെല്ലാം വളരെ രീതിയിൽ നല്ല പെർഫെക്റ്റാണ്. കാരണം റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഫെസിലിറ്റി ആൻഡ് ഫീലിങ്സാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഫുഡാണെങ്കിൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരുന്നത് അതേപോലത്തെ നല്ല അടിപൊളി ഫുഡും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഡൗട്ടൊക്കെ തീർന്നു. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ജോലി നമുക്ക് കണ്ടുപിടിക്കണം. ഈ ജോലി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് മീഡിയസ് ഉണ്ട്. ഈ മീഡിയസ് വഴി നമുക്ക് ഒരുപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹെൽപ്പ് വേണം. ഇപ്പോൾ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ അജിത് സാറ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം നമുക്ക് CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, CV എങ്ങനെ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള കമ്പനീസ് നമുക്ക് എന്താ പറയുക, നമുക്കൊന്ന് അട്രാക്റ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ ഒരുപാട് ക്ലാസ് എടുത്തു. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് ഒരുപാട് മോട്ടിവേഷനാണ് തരുന്നത്. പിന്നെ നമുക്ക് ജോലിയുടെ കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കൂടുതലും അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു തരും എവിടേക്കാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളത്, എവിടേക്കാണ് നമുക്ക് ജോലി കൂടുതലും കിട്ടാൻ സാധ്യതയുള്ളത്, നമ്മളുടെ ഫീൽഡ് ഏതാണ്, അതിനെ പറ്റിയുള്ള ജോലി എവിടെ കിട്ടുമെന്നതിനെ പറ്റി കൂടുതലും അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. എനിക്ക് കൃത്യം 18ാമത്തെ ദിവസം തന്നെ ജോലി കിട്ടാൻ ഇടയായി. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെയിം ഫീൽഡിൽ തന്നെയാണ് എനിക്ക് കിട്ടിയതും. പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാലറിയിൽ കൂടുതലും സാലറിയാണ് എനിക്ക് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ഒരുപാട് ഹാപ്പിയാണ്. അതിലെനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് ഈസി ട്രാവൽസിനോടാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. താങ്ക് യു ഈസി ട്രാവൽസ്. ഐ എം വെരി ഹാപ്പി.